ഹലോ, എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഇത് നമ്മളൊരു നാടൻ കറിയാണ് കേട്ടോ ആക്കുന്നത്. വളരെ സിമ്പിളാണ്. നമ്മൾ പരിപ്പും തക്കാളിയും വെച്ചിട്ടൊരു കറി ആക്കുകയാണ്. നമ്മൾ സാമ്പാർ പരിപ്പാണ് ഇതിലെടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ പരിപ്പ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു ചെറിയ മീഡിയം തക്കാളി, ഒരു ഗ്രീൻ ചില്ലി, അതുപോലെ ചെറിയൊരു കഷ്ണം സവാള, അരപ്പിന് ആവശ്യമുള്ള ഒരു കാൽമുറിയിൽ കുറവായിട്ട് തേങ്ങ, ജീരകം, പിന്നെ താളിപ്പിനുള്ള കടുകും വറ്റൽമുളകുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലത്തെ കറിക്ക് നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം, വേറൊരു ഓയിലും ഇതിന് ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ പൊടികളിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, അത്രയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ആദ്യം തന്നെ നമുക്ക് പരിപ്പൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് ഊറ്റി വൃത്തിയാക്കിയിട്ട് അത് കുക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഈ സമയത്ത് നമുക്ക് പച്ചക്കറികളെല്ലാം കട്ട് ചെയ്ത് വയ്ക്കാം. ഉള്ളി നീളത്തിൽ നേർങ്ങനെ അരിഞ്ഞെടുക്കുക. അതുപോലെ ടൊമാറ്റോ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് പച്ചമുളക് അരിയുക. ഈ അരിഞ്ഞ കഷ്ണങ്ങളൊക്കെ നമ്മൾ കുക്കറിൽ പരിപ്പിനൊന്നിച്ചിട്ട് കൊടുക്കുക. വളരെ സിമ്പിളാണ് കേട്ടോ. ഒരു തിരക്ക് പിടിച്ച ദിവസത്തിൽ പെട്ടെന്നാക്കാൻ പറ്റിയതാണ്. അതിലേക്ക് ഞാൻ ഇച്ചിരി കറിവേപ്പില ഇട്ട് മുങ്ങി നിൽക്കി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്തേക്ക് നമ്മൾ മഞ്ഞളും മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചിട്ട് ഒരു 3 വിസിൽ കുക്ക് ചെയ്തെടുക്കുക. 3 ആയിരിക്കും പാകം വേവ്. അതിൽ കൂടുതൽ ആവശ്യമില്ല. ക്വാണ്ടിറ്റി കുറവായതുകൊണ്ടാണ് ഞാൻ 3 വിസിൽ പറയുന്നത്. ഒരുപാട് പേർക്ക് ആക്കുമ്പോൾ 1 വിസിൽ ടു 2 വിസിൽ ധാരാളം മതി കേട്ടോ, ഇത് വെന്ത് കിട്ടാൻ വേണ്ടി. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഒരു 1/4 മുറിയിലും കുറവായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ജീരകം ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന്, ഒരുപാട് അരയണ്ട കേട്ടോ, ജസ്റ്റ് ഒരു തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. ഏകദേശം ഇതുപോലെ അരച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കഷ്ണം വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ അരപ്പ് ഇതിൽ മിക്സ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ കഷ്ണം വെന്ത് വരുന്നുണ്ട്. അപ്പം നമുക്ക് തിരക്ക് പിടിച്ച ദിവസങ്ങളിൽ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ കുറച്ച് ന്യൂട്രീഷ്യസ് ആയിട്ട് എന്നാൽ ഒരുപാട് മെനക്കെടാണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ എളുപ്പ കറികൾ ഉണ്ടാക്കിയാൽ മതി. ഇത് ഒത്തിരി ടേസ്റ്റിയുമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും, ഹെൽത്തിയുമാണ്. ഓക്കെ, അപ്പം ഞാൻ അടുപ്പ് ഓണാക്കിയിട്ട് നമ്മുടെ പരിപ്പ് ഇതിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാക്കിയിട്ട് ഇതിനകത്തേക്ക് നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് നമുക്ക് കറിയിലേക്ക് ഇടാം. എത്രയാണോ നിങ്ങൾക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി വേണ്ട അതുപോലെ. ഏകദേശം ഇതുപോലെ ഇരിക്കും. കുറച്ച് ലൂസായിട്ട് തന്നെ ഈ കറി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് നന്നായിട്ട് ഈ അരപ്പൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലി ഓൾമോസ്റ്റ് 100 ആവാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് ഇത്രയും സപ്പോർട്ട് ചെയ്തതിന്. അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് താളിപ്പിട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഈ പാനിലേക്ക്. ഇതിലേക്ക് നമ്മൾ കടുക് നന്നായി പൊട്ടുമ്പോൾ സാധാരണ പോലെ വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട്, അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ചൊരു താളിപ്പിൻ്റെ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ നല്ല പരിപ്പ് കറി റെഡിയാണ്. ഇത് നിങ്ങൾക്ക് ചോറിൻ്റെ ഒന്നിച്ച് ബെസ്റ്റ് കോമ്പിനേഷനാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്